أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين. أما بعد. സ്നേഹമുള്ള വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 34-ാം അധ്യായം സൂറത്ത് സബഇന്റെ 20-21 വചനങ്ങളെ ഇന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പ്രാചീന ഗോത്രമായ സബഅ് ദേശം അവർ നശിക്കാനിടയായ ചില സമീപനങ്ങളെ സൂചിപ്പിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അവരുടെ നന്ദികേടിനും അക്രമത്തിനുമൊക്കെ കാരണമായി നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ത്, അല്ലെങ്കിൽ അതിന് വശംവദരായി പോകാൻ അവർക്ക് എന്ത് പറ്റി എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് തുടർന്ന് വരുന്ന 2 വചനങ്ങൾ. വചനം 20 സബഉകാർ എന്നല്ല, ലോകത്ത് ഏതൊരു ജനസമൂഹവും നന്ദികേടിന് അടിമപ്പെടുന്നത് എപ്പോഴാണ്? അവർ ഇബ്ലീസിന്റെ ദുർബോധനം അവരിൽ ഫലം കാണുമ്പോഴാണല്ലോ. സബഉകാർക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വലഖദ് സ്വദ്ദഖ അലൈഹിം ഇബ്ലീസു ളന്നഹു. ഇബ്ലീസ് അവന്റെ ധാരണയെ, അവന്റെ ആഗ്രഹത്തെ അവരിൽ സത്യപ്പെടുത്തുകയാണ് ചെയ്തത്. മനുഷ്യരുടെ കാര്യത്തിൽ ഇബ്ലീസിന്റെ വിചാരവും ആഗ്രഹവും അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെ ഖുർആൻ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് മടി കാണിച്ച കഥ പറയുന്നിടത്ത് പലതവണ ആവർത്തിക്കുന്നുണ്ട്. ലഇൻ അഖർതനി, പിശാച് പറയുന്നുണ്ട്, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ വരെയുള്ള ഒരു സമയം, സാവകാശം എനിക്ക് നൽകിയാൽ, ലഅഖ്തനികന്ന, ഞാൻ വഴികേടിലാക്കി കളയും, ദുർരിയത്തഹു, അവന്റെ ആദമിന്റെ മുഴുവൻ സന്തതികളെയും, ഇല്ലാ ഖലീല, വളരെ ചുരുക്കം ആളുകളെ ഒഴിച്ച്. മറ്റൊരായത്തിൽ ഖാല ഫബിഇസ്സതിക, അല്ലാഹുവേ നിന്റെ പ്രതാപമാണ് സത്യം, ലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവൻ ആളുകളെയും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. മറ്റൊരു വചനം ഖാല റബ്ബി ബിമാ അഗ്വൈതനി, അല്ലാഹുവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ, ലഉസയ്യിനന്ന ലഹും, ഞാൻ ആ മനുഷ്യന്മാർക്ക് അലങ്കാരമാക്കി നന്മയാക്കി തോന്നിച്ചു കൊടുക്കും, ഫിൽ അർള്, ഭൂമിയിലെ കാര്യങ്ങൾ, വല ഉഗ്വിയന്നഹും, അങ്ങനെ ഞാൻ അവരെ വഴികേടിലാക്കി കളയും, അജ്മഈൻ, ഒന്നടങ്കം. ഇതാണ് മുഴുവൻ മനുഷ്യരുടെയും കാര്യത്തിൽ ഇബ്ലീസ് പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നത്. അത് അപ്രകാരം ചെറിയൊരു വിഭാഗം വിശ്വാസികൾ ഒഴികെ സബഉകാരുടെ കാര്യത്തിൽ പുലർന്നു കണ്ടു, അച്ചട്ടായി സംഭവിച്ചു. അവർ പിശാചിന്റെ വസ്വാസുകൾക്ക് അടിമപ്പെട്ടുപോയി എന്നതാണ് 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇനി 21-ാമത്തെ വചനം, ഏതൊരു സമൂഹവും അവരെ തിന്മയിലേക്ക് വഴിതിരിക്കാൻ, നന്മയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ എന്ത് മന്ത്രമാണ്, എന്ത് കഴിവാണ് ഇബ്ലീസിന് നൽകപ്പെട്ടിട്ടുള്ളത് എന്നുകൂടെ വിശദീകരിക്കുകയാണ് തൊട്ടടുത്ത വചനത്തിൽ. വമാ കാന അലൈഹിം മിൻ സുൽത്താൻ, അവന് ഒരധികാരവും നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അവരുടെ മേൽ, ഒരു മനുഷ്യന്റെയും മേൽ അള്ളാഹു നൽകിയിട്ടില്ല. ഇവിടെ പിശാചിന് നൽകിയ കഴിവിനെ പറയാതെ നൽകാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് നൽകിയതെന്തോ എന്ന് അതിനെ മാത്രം ഇതിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആളുകളുടെ മനസ്സിൽ വേണ്ടാത്ത തോന്നലുകൾ ഇട്ടുകൊടുക്കാനും അവരെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരണ നൽകാനുമുള്ള കഴിവാണ് അള്ളാഹു സാക്ഷാൽ പിശാചിന് നൽകിയിട്ടുള്ളത്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തിക്കളയാൻ അത് പിശാചിന് കഴിയുമെന്നാണ്. അതല്ലാതെ തിന്മയിലേക്ക് തള്ളിവിടാനോ ബലം പ്രയോഗിച്ച് നന്മയിൽ നിന്ന് തടയാനോ ഒന്നും തന്നെ പിശാചിനെ കൊണ്ട് സാധ്യമല്ല എന്ന് തീർത്തും പറയുകയാണ്. എന്താണ് പിശാചിനെ കൊണ്ട് സാധിക്കുന്നത്? അവൻ മനസ്സുകളിൽ ദുശ്ചിന്ത നൽകുന്നു.
അത് അങ്ങനെ അപ്രകാരം മനുഷ്യനിൽ ഇട്ട് കൊടുത്തിട്ട് ആ മനുഷ്യൻ അതിന് വശംവദനായി അടിമപ്പെട്ടു എന്നറിയുമ്പോൾ പിശാച് അവിടെ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. പിന്നെയും നന്മകളിലേക്ക് നടന്നെടുക്കാൻ ആ മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ അങ്ങനെ തുടക്കം കുറിക്കുകയാണെങ്കിൽ, പിശാച് അപ്പോഴും അവന്റെ വസ്വാസ ദുർബോധനവുമായി അവനിലേക്ക് തിരികെ വരുന്നു. ഇങ്ങനെ വീണ്ടും അവനെ നന്മയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു. അപ്പൊ ഈ നിലക്കുള്ള ഒരു പ്രവർത്തനമാണ്, ദുർബോധന ശൈലിയാണ് സാക്ഷാൽ പിശാചിനുള്ളത് എന്നാണ്. അങ്ങനെയാണ് അവൻ സബോകാരെയും സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ മാത്രമാണ് അവൻ ലോകത്തെ സകല ജനസഞ്ചയത്തെയും കോടിക്കണക്കിന് മനുഷ്യരെയും ഒക്കെ സമീപിക്കുന്നതും വഴികേടിലാക്കി കളയുന്നതും. എന്നാൽ പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത്, പിശാചുക്കൾക്ക് ദുർബോധനത്തിന് പുറമെ മനുഷ്യനുമായി ഇടപെടാനും ഇടപഴകാനും ആശയവിനിമയം നടത്താനും വേണ്ടി വന്നാൽ ആ പിശാചിനെ കീഴ്പ്പെടുത്തി ചില അസാധ്യ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ മനുഷ്യരിൽ ചില ആളുകൾക്കൊക്കെ കഴിയുമെന്നും, പിശാച് ശാരീരികമായി പ്രവേശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമെന്നൊക്കെ മിഥ്യാധാരണകൾ വെച്ചു പുലർത്തുന്നവരും പ്രചരിപ്പിക്കുന്നവരും ധാരാളമുണ്ട്. അത്തരം ധാരണകളെ തീർത്തും പ്രാമാണികമായി ഗണ്ണിക്കുകയാണ്, ഇല്ല എന്ന് തന്നെ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗത്തുകൂടെ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്ന, വിശദീകരിക്കുന്ന ഒരു ഭാഗം എന്നുകൂടെ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. ജിന്ന് പിശാചിന് വസ്വാസല്ലാതെ, മനുഷ്യന്റെ മനസ്സിൽ വേണ്ടാത്ത തോന്നലുകൾ ഇട്ടുകൊടുക്കുന്നതല്ലാതെ ഒരു കഴിവുമില്ല എന്ന് ഖുർആൻ ഇതല്ലാത്ത മറ്റു വചനങ്ങളിലും പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. 22-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിൻ്റെ 14-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിൻ്റെ 22-ാമത്തെ വചനത്തില് അള്ളാഹു പിശാച് നാളെ പരലോകത്ത് പറയാൻ പോകുന്ന ചില കാര്യങ്ങളെ നേരത്തെ പ്രസ്താവിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് കാണാമെന്നുള്ളതാണ്. അവന്റെ വസ്വാസിൽ പെട്ടുപോകാതിരിക്കാൻ, അവൻ നടത്തുന്ന ദുർബോധനങ്ങൾക്ക് വിധേയമാവാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞു തരികയാണ്. വഖാല ശൈത്വാൻ ലമ്മാ ഖുദിയൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം, സമയം വന്നു കഴിഞ്ഞാൽ അന്ന് പിശാച് അവനെ അംഗീകരിച്ച, അവനെ അനുധാവനം ചെയ്ത, അവന്റെ ദുർബോധനങ്ങൾക്ക് വഴിപെട്ടു പോയ ആളുകളോട് നടത്തുന്ന ഒരു സംസാരം, ഒരു പ്രഭാഷണം. ഇന്നല്ലാഹ വഅദക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് ധാരാളം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. വഅദൽ ഹഖ്, അതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളുമായിരുന്നു. വവഅദ്തുക്കും, ഞാനും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ അന്ന് നിങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് ഐഹിക ലോകത്ത് വെച്ച് മനസ്സുകളിലേക്ക് ഞാനും നൽകിയിട്ടുണ്ട്. ഫഅഖ്ലഫ്തുക്കും, ഞാൻ അതിൽ നിന്ന് ഇന്നിതാ നിങ്ങളോട് ലംഘനം കാണിക്കുന്നു, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വമാ കാന ലിയ അലൈക്കും, എൻ്റെ മേല് നിങ്ങളുടെ മേല് ഇല്ലായിരുന്നു മിൻ സുൽത്താൻ, ഒരു കഴിവും ഇല്ല അൻ ദഅഉതുക്കും, നിങ്ങളെ ക്ഷണിക്കുക, നിങ്ങളെ വിളിക്കുക, നിങ്ങൾക്ക് ആ നിലക്ക് മാനസികമായിട്ടുള്ള ഒരു ദുർബോധനം നൽകുക, ആ പ്രേരണ നൽകുക എന്നല്ലാതെ മറ്റൊരു കഴിവും നിങ്ങളുടെ മേല് എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫസ്തജബ്തു, ഞാൻ വിളിച്ചപ്പോഴേക്കും, ഞാൻ ചില മാന്ത്രിക മനസ്സിൽ മന്ത്രങ്ങൾ ഇട്ട് നൽകിയപ്പോഴേക്കും, ഫസ്തജബ്തും, നിങ്ങൾ എന്ത് ചെയ്ത് എനിക്ക് ഉത്തരം നൽകിയവരാണ്. ഫസ്തജബ്തും ലീ ഫലാ തലൂമുനീ വലൂമു അൻഫുസകും, അതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക എന്ന് സാക്ഷാൽ ഇബ്ലീസ് അവനെ അനുസരിച്ച അവന്റെ കൂട്ടാളികളോടായി പറയുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് വളരെ ലളിതമായി, അതിനേക്കാൾ സുന്ദരമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോഴേ നമ്മൾ അടിവരയിടുക, എനിക്ക് വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താൻ, ഒരു അധികാരവും ഒരു കഴിവും നിങ്ങളെ ക്ഷണിക്കുകയല്ലാതെ മറ്റൊന്നും എൻ്റെ മേല് ഇല്ലായിരുന്നു എന്നതാണ് സത്യമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൂറത്ത് സബഇന്റെ 21-ാമത്തെ ഈ വചനവും, എനിക്ക് ദുർബോധനം നടത്താനല്ലാതെ മറ്റൊരു കഴിവും നിങ്ങളുടെ മേല് നൽകിയിട്ടില്ല എന്ന് വീണ്ടും അള്ളാഹു പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ വചനത്തില് ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബിൽ ആഖിറ എന്നൊരു പദപ്രയോഗം കാണുന്നുണ്ട്. അതായത് ആരാണ് ആഖിറത്തിൽ വിശ്വസിച്ചവൻ എന്ന് വേർതിരിക്കാനല്ലാതെ, അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. എന്തിനാണ് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള കഴിവ് അള്ളാഹു പിശാചിന് നൽകിയത്?
ഒരു സ്വാഭാവികമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. ഈ ഐഹിക ലോകം ഒരു പരീക്ഷണാലയമാണ്. ആരാണ് നന്മകൾ ചെയ്ത് വിജയിയാൻ ശ്രമിക്കുന്നത്, ആരാണ് തിന്മകളിലൂടെ ഒരു കുസലുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന പരീക്ഷണമാണ്, എന്ന കണക്ക് നോട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യനെ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന പ്രലോഭനങ്ങൾക്ക് കാരണമാകുന്ന ഒരു ശക്തി എന്ന നിലക്കാണ് അള്ളാഹു ഇബ്ലീസിനെയും കൂട്ടരെയും ഒക്കെ ഈ നിലക്ക് ഒരു ആളുകളെ മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നൽകിയതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മിമ്മൻ ഹുവ മിൻ ഹാഫി ഷക്ക്, അവർ ആ പരലോകത്തിന്റെ കാര്യത്തിൽ ഷക്കുള്ള ആളുകള്, സംശയത്തിലുള്ള ആളുകള് ഉണ്ട് എന്നാണ്, അവരെ വേർതിരിക്കാൻ എന്നാണ്. എന്താ ഇവിടെ പരലോകത്തിന്റെ വിഷയത്തിൽ സംശയം എന്ന് പറഞ്ഞത്? കേവലം സംശയമല്ല, 2-3 നിലപാടുകളെ വായിക്കാനുള്ള ഒരു പദപ്രയോഗമാണത്. ഒന്ന്, പരലോകത്തെ പാടെ നിഷേധിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇല്ല. മരണാനന്തരം ഈ ജീവിതത്തിന് ശേഷം പിന്നീടൊരു ജീവിതം ഇല്ല, അങ്ങനെ ഒരു ലോകമേ ഇല്ല എന്ന് തീർത്തും വിശ്വസിക്കുന്ന പരലോക നിഷേധികളുണ്ട്. എന്നാൽ അതിന്റെ കാര്യത്തിൽ സംശയം വെച്ച് പുലർത്തുന്നവരുണ്ട്. അത് ആ നിലക്ക് ഉണ്ടോ ഇല്ലേ എന്ന രീതിയിൽ ചില ആശങ്കകളും സംസാരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനം ജീവിതശൈലിക്ക് അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരെയും ഈ ഷക്കിൽ തന്നെയാണ് എണ്ണുന്നത്. എന്നാൽ ചില ആളുകൾ പരലോകമുണ്ടെന്നവർ വിശ്വസിക്കുന്നു, അവരുടെ ധാരണയിലുണ്ട്, അവരങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ പരലോകമുണ്ട് എന്നതിന് തെളിവ് സമർപ്പിക്കാനുള്ള രൂപത്തിൽ അടയാളങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. ആ നിലക്ക് അവർ ശ്രദ്ധയില്ലാതെ പോകുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഈ ഷക്കിൽ ഉൾപ്പെടുത്താമെന്നുള്ളതാണ്. അവരൊരു സംശയത്തിന്റെ നിഴലിലാണ് പലപ്പോഴും ജീവിച്ചു പോകുന്നത്. എന്നാൽ ഈ പരലോകം അത് ഹക്കാണ്, അത് യാഥാർത്ഥ്യമാണ്, സത്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. ഇവരെയാണ് വേർതിരിക്കേണ്ടത്. ആ ആളുകളെ, അതായത് ഒരു നിലപാടിനെ, ഏതാണ് നിലപാട്? പരലോകമുണ്ടെന്ന ആ സത്യസന്ധമായ നിലപാടിനെ പരലോകത്തിന്റെ കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന ഒരുപാട് സംശയകരമായ നിലപാടുകളിൽ നിന്ന് വേർതിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലൊരു സംഗതിയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വചനം അപ്രകാരമാണ് പറയുന്നത് എന്നുള്ളതാണ്. അടിമുടി അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിന് വേർപ്പെടുത്തേണ്ടതുണ്ട്, വേർതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു ജീവിതത്തെ അതിലാ നിലക്ക് പിഴപ്പിക്കാനായിട്ട് ഇബ്ലീസിനെ അള്ളാഹു ഏർപ്പെടുത്തി എന്നുള്ളതാണ്. പ്രലോഭനങ്ങളെ മറികടന്ന് ലക്ഷ്യം തെറ്റാതെ ആര് സഞ്ചരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള ഒരു നോട്ടം ആ നിലക്ക് അള്ളാഹു നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ആശയമാണ് ഈ പ്രസ്താവനയുടെ സംഗ്രഹം. അവസാനം റബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീൽ, എല്ലതും അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ പറയുമ്പോൾ മനുഷ്യൻ മുകളിൽ പറഞ്ഞ ഏത് നിലപാടിലാണെങ്കിലും, പരലോകത്തിന്റെ വിഷയത്തിൽ അവൻ ഏത് നിലപാടിലാണെങ്കിലും അതിലൊന്ന് മാത്രമാണ് സത്യമുള്ളത്, അതുണ്ടെന്ന നിലപാട്. അല്ലാത്തതിനെയൊക്കെ അള്ളാഹു ആ നിലക്ക് മനസ്സിലാക്കാനും നിഷേധിക്കുന്നതും സംശയം പ്രകടിപ്പിക്കുന്നവരൊക്കെ എങ്ങനെ ഏത് നിലപാടിലാണ് അവരുള്ളത് എന്നൊക്കെ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും അള്ളാഹു സൂക്ഷ്മമായി വീക്ഷിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വരാനിരിക്കുന്ന പരലോകത്തില് അതിനനുസരിച്ചിട്ടുള്ള ജീവിതമായിരിക്കും അനന്തരമായി ലഭിക്കുക എന്നുള്ള ഒരു ഒളിഞ്ഞിരിക്കുന്ന ആശയം കൂടെ, അല്ലെങ്കിൽ ഒരു സൂചന കൂടെ നൽകുന്ന രീതിയിലാണ് ഈ വചനത്തെ അവസാനിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു ആലം. കാര്യങ്ങളെ മനസ്സിലാക്കാനും ആ നിലക്ക് തന്നെ ജീവിതത്തിൽ നന്മയിലൂടെ കടന്നു പോകാനും ആ തിന്മ വാസനയിൽ നിന്ന് പരമാവധി മനുഷ്യന്റെ ആ മനസ്സിന്റെ ചിന്തകളെയും അതിൽ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളെയും ഒക്കെ മാറ്റി നിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.